നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ പുതിയ പദ്ധതിയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന അനുസരിച്ച് ഒരു 4 തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഇനി കേന്ദ്ര സർക്കാർ ഒരുക്കുന്നത്. അതിർത്തിയിൽ കൃത്യമായ പുരോഗതി, സുരക്ഷ, അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഇതൊക്കെ സൃഷ്ടിക്കാനായി 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ വേണമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. അതിലൊന്ന് അതിർത്തി രക്ഷാസേനയാണ്. രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കാനായി മുൻപന്തിയിൽ അതിർത്തി രക്ഷാസേനയുണ്ടാകും. രണ്ടാമത്, അതത് സംസ്ഥാന സർക്കാരുകൾക്കും ജില്ലാ സർക്കാരുകൾക്കും ജില്ലാ ഭരണകൂടത്തിനും അതിർത്തി സംരക്ഷിക്കാൻ കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജവാന്മാരുടെ പിന്നിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ഉണ്ടാകും. മൂന്നാമത്തത്, ജാഗ്രതയോടുകൂടിയുള്ള ഒരു സമൂഹം എന്നാണ്. അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന തദ്ദേശീയരായ ജനങ്ങൾ ജാഗ്രതയോടുകൂടി ജീവിക്കുക, അവർ അതിർത്തിയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിർത്തി സുരക്ഷിതമാക്കാനായി സൈന്യവുമായി പരമാവധി സഹകരിക്കുക. ഈ 3 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ കഴിയൂ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കശ്മീരിൽ നിന്ന് ഭീകരവാദത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി, അത് വിജയിച്ചു. രണ്ടാമത്തെ കാര്യമെന്നത് രാജ്യത്തെ നക്സലിസത്തിൽ നിന്നും വിമുക്തമാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിട്ടു, അത് വിജയിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. അടുത്തതായി അതിർത്തികൾ സംരക്ഷിക്കുക, അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുക, ഏതൊരു വികസിത രാജ്യത്തെയും പോലെയുള്ള അതിർത്തികൾ സൃഷ്ടിക്കുക, ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിർത്തികളിൽ സാങ്കേതിക വിദ്യയും അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് സുരക്ഷിതമാക്കാൻ ഇപ്പോൾ പദ്ധതി തയ്യാറാക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അതിർത്തിയിൽ വലിയ അരക്ഷിതാവസ്ഥയുണ്ട്. ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങൾ അത്ര സുരക്ഷിതമൊന്നുമായിരുന്നില്ല, തുറന്നു കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളായിരുന്നു. ഈ അതിർത്തി പ്രദേശങ്ങളിലൂടെ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ അതിന് തടയിട്ടില്ല എങ്കിൽ തദ്ദേശീയമായ ജനതയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റത്തെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ പശ്ചിമ ബംഗാളിൽ അവിടെ ഉണ്ടായിരുന്ന സർക്കാർ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളോട് പിന്തുണ നൽകിയില്ല, അവർ അതിന് എതിർത്ത് നിൽക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് പശ്ചിമ ബംഗാളിൽ അതിർത്തികൾ വേലി കെട്ടി സംരക്ഷിക്കാനായി BSF സംസ്ഥാന സർക്കാരിനോട് സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഭൂമി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. നിരവധി വർഷങ്ങളോളം സംസ്ഥാന സർക്കാർ ആ അപേക്ഷ അവിടെ വച്ച് അതിനു മുകളിൽ അടയിരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പശ്ചിമ ബംഗാൾ BJP പിടിച്ചെടുത്തതോടുകൂടി ഈ പറയുന്ന അന്താരാഷ്ട്ര അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് വേഗം കൂടുകയായിരുന്നു. ബംഗാളിൽ കമ്പിവേലികൾ കെട്ടുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ 600 ഏക്കർ ഭൂമി സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതിർത്തിയിൽ അതിവേഗം നടക്കുകയാണ്. BJPക്ക് ഈ മമതാ ബാനർജിയെ പോലെയുള്ള ചില തടസ്സങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. അത് മാറിയതോടുകൂടി പശ്ചിമ ബംഗാളും ഈ പറയുന്ന അതിർത്തി സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിർത്തികൾ സുരക്ഷിതമാക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ഘട്ടം എന്നത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മു കശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ, അത്തരം അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷിക്കാനായി ഉപഗ്രഹമടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകളും അതുപോലെ തന്നെ സർവൈലൻസ് ക്യാമറകളും ഇതെല്ലാം അതിർത്തിയിൽ സ്ഥാപിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം നടക്കുന്നില്ല എന്നുറപ്പുവരുത്താനാണ് ഇന്ത്യ സർക്കാർ മുൻകൈയെടുത്തിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യക്ക് വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച ഭീകരവാദികൾ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറും. അവർ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തും. ആ ആക്രമണങ്ങൾ കശ്മീരിൽ മാത്രമല്ല, മുംബൈയിലും അതുപോലെ തന്നെ മറ്റ് നഗരങ്ങളിലും ചെന്നൈയിലും കോയമ്പത്തൂരിലും അതോടൊപ്പം തന്നെ ബംഗളൂരുവിലും അടക്കം അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് കശ്മീരിൻ്റെ ഈ പ്രത്യേക അധികാരം 370 വകുപ്പ് എടുത്തു കളയുന്നത്. അതിനുശേഷം അവിടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നു. ഇപ്പോൾ നുഴഞ്ഞുകയറ്റം പരമാവധി ഇല്ലാതാക്കുക, 0 ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്നത്. അതേ ജാഗ്രത തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും കാട്ടി അതിർത്തികൾ
സ്മാർട്ടാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. നക്സലിസത്തിനെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധ ഈ പറയുന്ന അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിലാണ്. രാജ്യത്ത് സുരക്ഷിതമായ അതിർത്തികളില്ല എങ്കിൽ ഒരു വികസിത രാജ്യം എന്ന് ഇന്ത്യയെ വിളിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും നാളായിട്ടും സുരക്ഷിതമായ അതിർത്തികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിർത്തികൾ സുരക്ഷിതമാക്കുക, അതിർത്തികൾ സ്മാർട്ടാക്കുക, സാങ്കേതികവിദ്യ ഉപയോഗിക്കുക, അതിർത്തികളിൽ പൊതുജന പങ്കാളിത്തമടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തുക എന്ന രീതിയിലേക്കൊക്കെ സർക്കാർ പോവുകയാണ്. അതിന് വലിയ പ്രതികരണം പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്.